ആര് നമുക്ക് എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം, കഴിക്കാത്ത ഭക്ഷണം, ചെലവാക്കാത്ത ധനം ഇവയെല്ലാം ഉപകാരം ഇല്ലാത്തതാണ്. സ്നേഹം, ധനം, ഭക്ഷണം എന്നിവ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക 10 മടങ്ങായി തിരികെ ലഭിക്കും. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. അത് നമ്മുടെ തന്നെ പ്രതിധ്വനിയാകുന്നു. വിലപ്പെട്ട സമ്മാനങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയും. ദുർബലമായ മനസ്സ് ഭൂതക്കണ്ണാടി പോലെയാണ്. ചെറിയ കാര്യങ്ങൾ അത് വലുതാക്കി കാണിക്കും. വലിയ കാര്യങ്ങൾ അതിൽ പതിയുകയുമില്ല. വാക്കുകൾ മനോഹരമായി ഉപയോഗിക്കുക. ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ വാക്കുകൾ മറക്കുന്നില്ല. വഴിയിൽ വളവുകളും കുഴികളും ഉണ്ടെന്ന് കരുതി ആരും യാത്ര ചെയ്യാതിരിക്കുന്നില്ല. ജീവിതവും അങ്ങനെ തന്നെ. രോഗങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും വരും. ക്ഷമയോടെ യാത്ര തുടരുക. ഇരുട്ടറയിൽ ലോകം അവസാനിക്കുകയാണെന്ന് പുഴു കരുതി കാണും. എന്നാൽ കാലം അവനെ ഒരു ചിത്രശലഭമാക്കി മാറ്റി. കൊഴിഞ്ഞുപോയ ഇലകളെപ്പറ്റി ചിന്തിച്ച് വൃക്ഷങ്ങൾ വ്യാകുലപ്പെടാറില്ല. അതുപോലെയാവണം നമ്മളും. കൊഴിഞ്ഞുപോയതൊക്കെ പോട്ടെ, വരാനുള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ നോക്കണം. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക. അതാണ് യഥാർത്ഥ സമ്പാദ്യം. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. പക്ഷെ കണ്ണ് നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവർ ആകണമെന്നില്ല. എന്നാൽ സ്വന്തം കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളും ഒന്നിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുക. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിൻ്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആ മരത്തെ ആരും ശ്രദ്ധിക്കാറില്ല. തണൽ മാത്രം ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. തണലായി കൂടി നിന്നവരെ ആരും ശ്രദ്ധിക്കാറില്ല. അവർക്ക് മുഖ്യം അവരുടെ സുഖം മാത്രമാണ്. തണൽ മാറി വെയിൽ വരുമ്പോൾ അടുത്ത തണൽ തേടി അവർ യാത്രയാവുകയും ചെയ്യും. മനസ്സ് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. ഒന്നുകിൽ ദേഷ്യമായോ വെറുപ്പായോ പുറമെ പ്രതിഫലിക്കും. അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം അവനവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല.